ഇനി ഇവിടെ സ്ത്രീകളിൽ നിന്നും അനന്തര സ്വത്ത് വസിയത്തില്ലെങ്കിൽ രണ്ട് കാര്യം. അതായത് ഈ ഓഹരി വെക്കുന്നവർ അവർക്ക് പിന്നെ മാനുഷിക പരിഗണന നൽകുക. ഖുർആനിൽ തന്നെ പറഞ്ഞാണ് വഇദാ ഹദറൽ ഖിസ്മത ഉലുൽ ഖുർബ വൽ യതാമ ഫർസുഖൂഹും മിൻഹു വക്സുഹും വഖൂലു ലഹും ഖൗലൻ മഅറൂഫ. അപ്പോൾ അവർക്ക് ആശ്രിതരായ ഈ മരിച്ച വ്യക്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പരിഗണിക്കണം ബാക്കിയുള്ളവർ. അത് എത്രയെന്ന് ഖുർആൻ പറഞ്ഞില്ല, അവർക്ക് വിട്ടുകൊടുത്ത്. ഓക്കെ, പക്ഷെ മറ്റേ വ്യക്തിക്ക് 1/3 വരെ അയാൾക്ക് കൊടുക്കാനുള്ള അവകാശം ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും അദ്ദേഹം വസിയത്ത് എഴുതി വെക്കേണ്ടതാണ്. കാരണം പിന്നെ ഡിസ്പ്യൂട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇല്ല, അത് അവകാശമായിട്ട് അവർക്ക് കിട്ടൂല. പക്ഷേ ബാക്കിയുള്ള അനന്തരാവകാശികൾക്ക് കൂടി ആലോചിച്ചിട്ട് അവർക്ക് നൽകാം. ഓർക്ക് ഇഷ്ടമുള്ളത്ര കൊടുക്കുക. ഓരോ സ്വത്ത് അവർക്ക് കൊടുക്കുന്നതിന് എന്തോ കുഴപ്പം. ഓക്കെ, ഇനി സ്ത്രീകളിൽ നിന്ന് ഒന്ന് ബിന്ത്, മകൾ. മകളുടെ മകൻ എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല, അല്ലെങ്കിൽ മകളുടെ മകൾ എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല. കാരണം എന്താ? അബ്നാഉന ബനു അബ്നാഇന വബനു ബനാതിന അബ്നാഉർ റിജാലിൽ അബാഇദി. അതായത് ഒരാളുടെ ആൺമക്കളെ മക്കൾ, അതാണ് അയാളുടെ മക്കൾ കണക്ക് വരുന്നത്. പെൺമക്കൾ വേറൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ച് പോയിട്ടുണ്ടാവും. അപ്പോൾ ആ പെൺമക്കൾക്ക് ഉണ്ടാകുന്ന കുട്ടികളാരാ? അബ്നാ ഉർ റിജാലിൽ അബാഇദി. അവിടെ ഉണ്ടാവും വല്യാപ്പിയും വാപ്പിയൊക്കെ. അതാണ് ഓരെ, മനസ്സിലായേ? അത് നമ്മളെ ഇതിൽ വരുന്നതല്ലാണ്. അപ്പോൾ ഇവിടെ ബിന്ത് മകൾ. ഓക്കെ, ബിന്തുൽ ഇബിൻ, ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ. ബിന്തുൽ ഇബിൻ, മകൻ്റെ മകൾ. എന്തല്ല? മകളുടെ മകനല്ല. ബിന്തുൽ ഇബിൻ, മകൻ്റെ മകൾ, മകൻ്റെ മകൻ്റെ മകൾ, മകൻ്റെ 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 മകൾ. മനസ്സിലായോ? അങ്ങനെ വേണമെങ്കിൽ പോവാം. ആൺഗണത്തിൽ വന്ന് മകളായി വരുന്ന, അതായത് മകൾ എന്ന ഗണത്ത് പറയാൻ പറ്റുന്ന അവസ്ഥയിലുള്ള പെൺകുട്ടി. ഇനി ഉമ്മ, ഉമ്മ. അതേപോലെ തന്നെ അൽ ഉഖ്ത്, നോക്കട്ടോ, അൽ ഉഖ്ത് സഹോദരി. അവരെ നമുക്ക് 3 തരംതിരിക്കാം. വാപ്പയും ഉമ്മയും ഒത്ത സഹോദരി, വാപ്പയൊത്ത സഹോദരി, ഉമ്മയൊത്ത സഹോദരി. ഇനി അവിടെ പോയിട്ട് അമ്മായിന്ന് എഴുതിയേക്കരുത് കേട്ടോ. അതായത് എന്താ പറയുക, അല്ലെങ്കിൽ എളാമ മൂത്തമ്മ എന്നൊന്നും എഴുതിയേക്കരുത്. അതായത് ഉമ്മയുടെ സഹോദരിയല്ല, ഉമ്മയൊത്ത. ഇതെത്ര പറഞ്ഞാലും ആൾക്കാർ പിന്നെയും പോയിട്ട് തെറ്റിക്കും. ഉഖ്തുലിയുമ്മ, ഉമ്മൻ്റെ സഹോദരി. ഉമ്മൻ്റെ സഹോദരി അല്ല, ഉമ്മയൊത്ത സഹോദരി. ഇനി ഇവിടെ അറബി ഭാഷയിൽ അങ്ങനെ തന്നെ പറയാം, ഉഖ്തുലി ഉമ്മ തന്നെ പറയാം. മനസ്സിലായോ? പക്ഷെ നമ്മളെ ഉമ്മയുടെ സഹോദരിക്ക് ഇവിടെ ഒന്നുമില്ല. പൊന്നിരിക്കുന്നിടത്ത് പൂച്ചക്കെന്ത് കാര്യം പറഞ്ഞാൽ ഓർക്കൊന്നുമില്ല, ഒരു ഈ പരിഗണനയിൽ തന്നെ വരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ അത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് നമ്മളിവിടെ അനന്തരാവകാശം ചർച്ച ചെയ്യുമ്പോൾ ഉഖ്തുലി എന്നവിടെ വന്നു കഴിഞ്ഞാൽ ഉമ്മയൊത്ത സഹോദരി എന്നാണ് അർത്ഥാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഭാഷാപരമായി ഉമ്മയുടെ സഹോദരിക്ക് ഉഖ്തുലി എന്ന് പറയും, ഉമ്മൻ്റെ സഹോദരി. അതല്ല നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ജദ്ദ. ആരാ ജദ്ദ? വല്യുമ്മ. ഈ ജദ്ദ എന്ന് പറഞ്ഞാൽ വാപ്പയുടെ സൈഡിൽ നിന്നുണ്ടാവും, ഉമ്മൻ്റെ സൈഡിൽ നിന്നുണ്ടാവും, വല്യുമ്മ. അതേപോലെ തന്നെ അസ്സൗജ, ഭാര്യ. അൽ മുഅ്തിഖ, മോചിപ്പിച്ച സ്ത്രീ. അതായത് വേറൊരാളെ മോചിപ്പിച്ചത് പുരുഷനാവാം അല്ലെങ്കിൽ സ്ത്രീ ആവാം. ഇനി നമുക്ക് നോക്കാം 2 രൂപത്തിൽ ഓഹരി. നിങ്ങൾ റെഡിയാണോ? റെഡിയല്ലേ? ഞാൻ ഉറങ്ങരുത്. അവസാനങ്ങൾ ഓരി വെച്ചിട്ട് ആകെ പ്രശ്നമാവും. തടി കേടാണ് വിഷയമാണ്. എല്ലാ നിയമം പാലിച്ചോരി വെച്ചാൽ തന്നെ പ്രശ്നമാണ്. പിന്നെ നിയമം തെറ്റിക്കും കൂടി ചെയ്താൽ പിന്നെ പ്രശ്നം പറയേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ റെഡിയല്ലേ? അതുകൊണ്ട് ഞാൻ റെഡിയാണോ ചോദിച്ചേ. ബിസ്മില്ലാ. 2 രൂപ നമുക്ക് കിട്ടണമല്ലേ? ആരും അവകാശം പോവില്ല, ആരുടേതും പോവില്ല. ഇവിടെ ശരിക്കും ശ്രദ്ധിക്കാം. 2 രൂപത്തിൽ. പക്ഷെ എന്താ പറയുക, അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴും മുസ്ലിമീങ്ങളായ ആളുകൾ എപ്പോഴും
അനന്തര സ്വത്ത് ഓഹരി വെക്കുമ്പോൾ ആദ്യം എല്ലാവർക്കും ഉണ്ടാകേണ്ട മാനസികമായ സമീപനം, എൻ്റെ അവകാശത്തിൽ നിന്ന് അല്പം അങ്ങോട്ട് പോയാലും മറ്റൊരാളുടെ അവകാശം എൻ്റെതിലേക്ക് വരരുത്. ഈ നിയത്ത് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം എന്താ വെച്ചാൽ മറ്റൊരാളുടെ അവകാശം തൻ്റെ ഇതിൽ പെട്ടുപോയാൽ, പ്രത്യേകിച്ചും ഉദ്ദേശപ്രകാരമാണെങ്കിൽ, പിന്നെ നരകത്ത് പോകാൻ അത് തന്നെ മതി. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ മൻ ഇഖ്തതഅ ഹഖ്ഖ ഇംറിഇൻ മുസ്ലിമിൻ ബിഗൈരി മാ വജ്ഹിൻ പിന്നെ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വഅദ്ഖലഹുൻ നാർ. മറ്റൊരാളുടെ അവകാശം അനർഹമായി കരസ്ഥമാക്കിയാൽ അള്ളാഹു അയാൾക്ക് സ്വർഗം നിഷിദ്ധമാക്കി, നരകം അയാളുടെ മേൽ നിർബന്ധമാക്കി. അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുക, യാ റസൂലല്ലാഹ് വലൗ ഷൈഅൻ യസീറൻ, കുറച്ച് ചെറിയ എന്തെങ്കിലും ആണെങ്കിലും ശരി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, വലൗ ഖദീബൻ മിൻ അറാഖ്, ഒരു അറാഖിൻ്റെ കൊള്ളിയാണെങ്കിലും ശരി. അപ്പോൾ എത്ര ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് മനഃപൂർവ്വം ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. അറിയാതെ സംഭവിച്ചു പോയതാണെങ്കിൽ തന്നെ അത് മനസ്സിലാക്കി ഉടനെ എന്ത് ചെയ്യണം? തിരുത്തും വേണം. എങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് അത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ വെച്ചാൽ വാപ്പ അത് ജീവിതകാലത്ത് കൊടുക്കുന്നതിന് നമ്മൾ അന്തരാവകാശം പറയില്ല, മരണശേഷം. കാരണം വാപ്പയാണോ മക്കളാണോ ആദ്യം മരിക്കുക നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ മരണാനന്തരം വാപ്പ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മകൻ ഒരിക്കലും അത് പാലിക്കാൻ ബാധ്യസ്ഥനല്ല. എന്നാൽ മകന് വേണമെങ്കിൽ എന്ത് ചെയ്യുക? സ്വയം വിട്ടുകൊടുക്കുക. മുഴുവനും കൊടുക്കാൻ വേണമെങ്കിൽ, എനിക്കൊന്നും അടക്ക് നീ എടുത്തോന്ന് വേണമെങ്കിൽ പറയാം, അത് അയാളുടെ ഇഷ്ടമാണ്. പക്ഷേ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫോഴ്സ് ചെയ്തിട്ട് വാങ്ങാൻ പാടില്ല. എത്രത്തോളം വെച്ചാൽ തതല്ലു, ഒരാളുടെ എങ്ങനെയാണ് പോക്കറ്റിലൊരു പെൻ, നല്ല അടിപൊളി വാച്ചാണല്ലോ എന്ന്, അപ്പം മൂപ്പർക്ക് വാച്ച് ഇഷ്ടപ്പെട്ടു വന്നിട്ട് അപ്പോൾ അയാൾ ചിലപ്പോൾ ഊരിയിട്ട് കൊടുക്കും. പ്രത്യേകിച്ച് തരുന്ന ആളാന്ന് അറിഞ്ഞാണ്ട് പറയുകയാണെങ്കിൽ തീരെ പറ്റില്ല. അപ്പം അതുവരെ പാടില്ല എന്നാണ്. അതായത് ഒരാളെ തൃപ്തിയില്ലാതെ അയാളെ കയ്യിൽ നിന്ന് ഒരു സംഗതി അപ്പം എന്ത് ചെയ്യുക? എന്നാലും വാപ്പ അങ്ങനെ പറഞ്ഞല്ലോ, എന്നിട്ട് പിജെന്താണ് എൻ്റെ പെങ്ങളല്ല അത് എന്നൊക്കെ പറഞ്ഞിട്ട് നാലാൾക്കാർ നാല് വൈക്ക് പറയുമ്പോൾ അവസാനം അവന് നിക്കക്കള്ളിയില്ല, എന്നാൽ പിന്നെ അങ്ങോട്ട് അവന് മാനസികമായിട്ട് തൃപ്തിയില്ല. അത് പറ്റില്ല. അത് അങ്ങനെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അല്ലാതെ സമ്പൂർണ്ണമായിട്ട് മാനസികമായി അദ്ദേഹം ആഗ്രഹിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ മുഴുവനും എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് കൊടുക്കാം, അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ഇവിടെ നമുക്ക് ഇനി ഓഹരി വെക്കുന്നതിലേക്ക് ഇങ്ങനെ പോകാട്ടോ, കിടക്കുക നമ്മളിങ്ങനെ ആ വഴിയിലേക്ക്. രണ്ട് രൂപത്തിൽ ഓഹരി കിട്ടുന്ന ആൾക്കാരുള്ളത്. ഒന്ന് അൽ ഇർസു ബിൽ ഫർദ്, നമ്മൾ പറയാ അൽ ഇർസു ബിൽ ഫർദ്. അൽ ഇർസു ബിൽ ഫർദ്, ഫർള് മുഖേന അനന്തരാവകാശം കിട്ടുന്നവർ. എന്താ അതിൻ്റെ ഉദ്ദേശം? നിർണിതമായ ഓഹരി പ്രകാരം അവകാശം കിട്ടുന്നവർ. അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് ഒരു നിർണിത ഓഹരി, 1/3, 2/3, പകുതി, 6/1, ഇങ്ങനെ നിർണിത ഓഹരി നിശ്ചയിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ നമ്മൾ പറയാം അസ്ഹാബുൽ ഫർദ്, ഫർള് വഴി കിട്ടുന്നവർ. അപ്പോൾ ഫർള് എന്ന് പറഞ്ഞാൽ നിർണിതമായ ഓഹരി. ക്ലിയർ? രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട്, അൽ ഇർസു ബിത്തഅസീബ്, അസബ എന്ന് പറയും. എന്താ പറയുക? ഇവർ അവകാശികളായിരിക്കും, പക്ഷെ നിർണിതമായ ഒരു ഓഹരി ഉണ്ടാവില്ല. അപ്പം എന്താ ചെയ്യുക? നിർണിതമായ ഓഹരിക്കാർക്ക് ഇങ്ങനെ കൊടുത്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉള്ളത് തോൽക്കാണ്ട് കൊടുക്കും. മനസ്സിലായേ? അതാണ് അസബ എന്ന് പറയുക. അപ്പം പുരുഷഗണത്തിൽ പെടുന്നവർ അധികവും ഏതിലെ വരിക? അസബയിലെ വരിക. വാപ്പ അതേപോലെ തന്നെ വല്യുപ്പ ഗണത്തിൽ വരുന്നവരൊഴികെ അവർക്ക് ചിലപ്പോൾ നിർണിത ഓഹരി വരും. ഇപ്പം ഉള്ള സാഹചര്യമാണെങ്കിൽ എപ്പോഴും അവർക്കൊരു നിർണിത ഓഹരി 6/1 ഉണ്ടാവും. വാപ്പ വല്യപ്പ ഗണത്തിൽ പെടുന്നവർ, വാപ്പ ഉണ്ടെങ്കിൽ വല്യപ്പക്ക് ഉണ്ടാവില്ല, സ്വാഭാവികമാണ്. പക്ഷേ ആ ഗണത്തിൽ പെടുന്നവർക്ക് നിർണിതമായ ഓഹരി വഴിയോ അല്ലാത്തവർക്ക് കിട്ടും. ബാക്കിയുള്ള എല്ലാ പുരുഷന്മാരും എന്താണ്? അസബ. ഈ വാപ്പിയും വല്യപ്പിയും അവരും അസബായിട്ട് വരും. അതായത് മരിച്ച മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ അവിടെ വാപ്പയ്ക്ക് ഒരു നിർണിത ഓഹരി 6/1 എന്തായാലും നിർണിത ഓഹരി ഉണ്ടാവും. പിന്നെ ഓരിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അതും ഉണ്ടാവും. ഓക്കെ,
പെൺകുട്ടികളുടെ കേസിൽ. എന്നാൽ ആൺകുട്ടികളുടെ കേസിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മകൻ തന്നെ അസബയാണല്ലോ. അതായത് ഒരു എച്ച് ബാക്കിയുള്ളത് മൊത്തം കിട്ടുന്ന ആളല്ലേ ഈ മകൻ. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ ബാക്കി വാപ്പ കൊടുക്കാൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് ഈ അസബ എന്ന് പറയുന്ന ഗണം എന്ന് പറയുന്നത് നിർണിതമായ ഓഹരി ഇല്ലാത്ത അവസ്ഥയിലുള്ള വ്യക്തി. അവകാശിയാണ്, നിർണിത ഓഹരി ഇല്ല. അപ്പോൾ നിർണിത ഓഹരിക്കാർക്ക് കൊടുത്ത ശേഷം ബാക്കിയുള്ളതാണ് ആർക്ക് കിട്ടുക? അയാൾക്ക് കിട്ടുക. ഇത് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട ഓഹരികൾ ഇത്രയേ ഉള്ളൂ. 2/3. ഏറ്റവും വലിയ ഓഹരി എത്രയാണ്? 2/3. പിന്നെ പകുതി, പിന്നെ 1/3, പിന്നെ 4/1, പിന്നെ 6/1, 8/1. ഇത്രയാണ് പഠിപ്പിക്കപ്പെട്ട നിർണിതമായ ഓഹരികൾ എന്ന് പറയുന്നത്. എളുപ്പമല്ലേ? 3/2 കണ്ടോ? ആദ്യം നമ്മൾ ആ സ്റ്റെപ്പ് ഇങ്ങനെ ഓർത്താൽ മതി. 3/2, പകുതി, 1/3, 1/4 ഭാഗം, 6/1, 8/1. ഇതാണ് വിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കപ്പെട്ട നിർണിതമായ ഓഹരികൾ. ഇനി 2 രൂപത്തിലുള്ള അവകാശികളുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ 3 രൂപത്തിലുള്ളവർ. അതിൽ ഒന്ന് സാഹിബുൽ ഫർദ്, നിർണിത ഓഹരിക്കാർ. ആരാണ് സാഹിബുൽ ഫർദ്? നിർണിത ഓഹരിക്കാർ. രണ്ടാമത്തത് അസബ, നിർണിത ഓഹരിക്കാർക്ക് കൊടുത്ത ശേഷം ബാക്കിയുള്ളത് ലഭിക്കുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹിഖുൽ ഫറായിദ ബി അഹ്ലിഹാ ഫമാ ബഖിയ ഫലി ഔലാ റജുലിൻ ദക്കർ. അതായത് അൽഹിഖുൽ ഫറായിദ ബി അഹ്ലിഹാ, നിർണിതമായ ഓഹരികൾ നിങ്ങൾ അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കുക. അതാ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫമാ ബഖിയ, ബാക്കി വരുന്നത്, ഫലി ഔലാ റജുലിൻ ദക്കർ, ഏറ്റവും അടുത്ത ബന്ധത്തിൽ നിൽക്കുന്ന. ഓക്കെ, അത് ഈ ദറജ വഴിയോ അതല്ലെങ്കിൽ ജിൻസ് വഴിയോ. എന്താ ജിൻസ് വഴി എന്ന് പറഞ്ഞാൽ ഈ ഗണം, മറ്റത് പദവി. ഒന്ന് ഗണം, ഒന്ന് പദവി. അപ്പം പദവി വഴിയും ഗണം വഴിയും ഏറ്റവും അടുത്ത ബന്ധത്തിൽ നിൽക്കുന്ന ആൺതരിയാരോ ബാക്കിയുള്ളത് അവർക്ക് നൽകുക. അതേ ദറജയിലുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ ഈ ആൺതരിയുടെ കൂടെ അവരെന്തായി മാറും? അസബയായി മാറും. ഉദാഹരണത്തിന് ആൺകുട്ടി പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇപ്പം നിർണിത ഓഹരിക്കാർക്ക് കൊടുത്ത ശേഷം ബാക്കിയുള്ള സ്വത്ത് ആണിന് പെണ്ണിൻ്റെ ഇരട്ടി എന്നുള്ള രൂപത്തിൽ ഓരി വെക്കും. പെണ്ണിന് അവിടെ ഒരു നിർണിത ഓഹരി ഉണ്ടോ? ഇല്ല. മനസ്സിലായി? അത് അസബ എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതായത് ബാക്കി മുഴുവൻ സ്വത്തും കിട്ടുന്ന അവസ്ഥകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒന്ന് സാഹിബുൽ ഫർദ്, നിർണിത ഓഹരി ലഭിക്കുന്നവർ. 2 നിർണിത ഓഹരിക്കാർക്ക് കൊടുത്ത ശേഷം ബാക്കി സ്വത്ത് മുഴുവനും ലഭിക്കുന്നവർ. പിന്നെ അനന്തരാവകാശി ഇല്ലാതെ വരുന്നൊരു സാഹചര്യത്തിൽ സ്വത്ത് പിന്നെ ആർക്കാ പോവുക? ദവിൽ അർഹാം, അതായത് അവരുടെ മറ്റുള്ള ബന്ധുമിത്രാദികൾക്ക്. മകളുടെ മകൻ, ഉമ്മയുടെ സഹോദരങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അമ്മമാരൊക്കെ അല്ലേ, അവർ സാധാരണ ഇതിൽ വരില്ലെങ്കിലും പിന്നെ ദവിൽ അർഹാം, അവകാശികൾ ഒന്നും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ അവരെന്ത് ചെയ്യും? പരിഗണിക്കപ്പെടും. ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് ഖാദി പരിഗണിക്കും. ഓക്കെ, ഇനി ഒരവസരത്തിൽ, അതായത് നമ്മൾ എങ്ങനെയൊക്കെ കണക്ക് ചെയ്താലും ആദ്യം നമ്മൾ പഠിച്ച 3 കാരണങ്ങൾ, ഇത് കൊലപാതകം, അതല്ലെങ്കിൽ അടിമത്വം, അതല്ലെങ്കിൽ മതം, വിശ്വാസം വ്യത്യസ്തമാകുക, ഈ 3 കാരണങ്ങളാൽ അല്ലാതെ ഒരിക്കലും ഇവർക്ക് അനന്തരം തടയപ്പെടില്ല. ഈ പറയുന്ന 6 പേർക്ക് അവരുണ്ടെങ്കിൽ അവർക്ക് അനന്തരം കിട്ടിയിരിക്കും. ആരാണ് ആൾക്കാർ? ഒന്ന് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്. 2 ആളും കൂടി ഉണ്ടാവില്ല, ആരെങ്കിലും ഒരാളെ ഉണ്ടാവുള്ളൂ. ഭാര്യ അല്ലേ, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ഉണ്ടാവും, ഭാര്യ മരിച്ചാൽ ഭർത്താവ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഭാര്യ ഭർത്താവ്. ഒരു മസലയിൽ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചൊരിക്കലും വരില്ല, ആരെങ്കിലും ഒരാൾ മരിക്കണ്ടേ. ഓക്കെ. 2 അൽ അബവാൻ, ഉപ്പ ഉമ്മ ഉണ്ടാവും, ബാക്കിയുള്ളവരൊക്കെ ഒരുമിച്ച് വരാം. അപ്പോൾ ഉപ്പ ഉമ്മ. ഇനി മകനുണ്ടെങ്കിൽ ഉപ്പക്ക് കിട്ടാ, ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ ബുനുവ ഉബുവ, അവിടെ ഞാൻ പറഞ്ഞേ മകനുണ്ടെങ്കിൽ ഉപ്പക്ക് കിട്ടാതാവോ? ഇല്ല. കാരണം ഉപ്പ എന്തും കൂടിയാണ്? നിർണിത ഓഹരിക്കാരനും കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താ നിർണിത ഓഹരി എന്ന് പറഞ്ഞാൽ? അപ്പം മകനുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഉപ്പക്ക് കിട്ടുന്നു? കാരണം ഉപ്പക്ക് മക്കളുള്ള അവസ്ഥയിൽ നിർണിത ഓഹരി നിശ്ചയിച്ചിട്ടുണ്ട് ഖുർആൻ. ക്ലിയർ? അപ്പോൾ നോക്കി, അപ്പം ഉപ്പ ഉമ്മ, ഇവർക്ക് ഉപ്പ ഉമ്മ മസലയിലുണ്ടെങ്കിൽ അവർക്ക് അനന്തരാവകാശം കിട്ടാതിരിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ 3 കാരണം വേണം. കൊലപാതകിയാണെങ്കിൽ കിട്ടൂല, അതേപോലെ അവിശ്വാസിയാണെങ്കിൽ കിട്ടൂല,
അതേപോലെ തന്നെ അടിമയാണെങ്കിൽ കിട്ടൂല, അല്ലെങ്കിൽ അവർക്ക് കിട്ടും. ഇനി അൽ വലദാൻ, വലദാൻ എന്ന് പറഞ്ഞാൽ മകൻ മകൾ ഗണത്തിൽ വരുന്നവർ. ഇനി ഇതാണ് പറഞ്ഞത്. ഇതിൽ നമുക്ക് ഫർള് മാത്രം കിട്ടുന്നവർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഉമ്മയൊത്ത സഹോദരങ്ങൾ, അതേപോലെ തന്നെ വല്യുമ്മ ഒക്കെ, അതായത് ഉമ്മയുടെ ഉമ്മ, ഉപ്പയുടെ ഉമ്മ, ഇതൊക്കെ വല്യമ്മയാണല്ലോ. അപ്പോൾ ആ വല്യുമ്മമാർ, ഭർത്താവ്, ഭാര്യ, ഇവരൊക്കെ എന്താണ്, അത് നിങ്ങളെ ബുക്കിലുണ്ടാവില്ല ഈ സ്ലൈഡ്, അറബിയാണ്ട് കൊടുക്കാമെന്ന്. ഓക്കെ. ഇനി അതേപോലെ തന്നെ അസബ മാത്രമാകുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളാണ്. അതിൽ മകൻ്റെ കൂടെ മകളും വരും, അതേപോലെ സഹോദരൻ്റെ കൂടെ ആരും വരും, സഹോദരിയും വരും. മകൻ്റെ കൂടെ ആരും വരും, മകൻ്റെ മകളും വരും. മനസ്സിലായി? അസബായിട്ട് അത് കണക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നിർണിത ഓഹരി ലഭിക്കുന്ന ആൾക്കാർ, ഉദാഹരണത്തിന് ഭർത്താവ്, സൗജ് എന്ന് പറഞ്ഞാൽ ഭർത്താവ്. മരണപ്പെട്ട വ്യക്തിക്ക് മക്കളുണ്ടെങ്കിൽ ഭർത്താവിന് എത്ര കിട്ടും? 4/1. മരണപ്പെട്ട വ്യക്തിക്ക് മക്കളില്ലെങ്കിൽ ഭർത്താവിന് എത്ര കിട്ടും? പകുതി സ്വത്ത്. ഇനി തിരിച്ച് ഭാര്യയോ ഒന്നിലധികം ഭാര്യമാരോ ആണെങ്കിൽ അവർ പങ്കിട്ടെടുക്കുക ചെയ്യുക. അതിൽ അവർക്ക് മരണപ്പെട്ട വ്യക്തിക്ക് മക്കളില്ലെങ്കിൽ 4/1 ലഭിക്കും. മരണപ്പെട്ട വ്യക്തിക്ക് മക്കളുണ്ടെങ്കിൽ എത്ര ലഭിക്കുക? 8/1 ലഭിക്കും. ഉമ്മ, മരണപ്പെട്ട വ്യക്തിക്ക് മക്കളോ സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ ഉമ്മക്ക് എത്ര ലഭിക്കുക? 6/1. മരണപ്പെട്ട വ്യക്തിക്ക് മക്കളോ സഹോദരങ്ങളോ ഇല്ലെങ്കിൽ ഉമ്മക്ക് എത്ര ലഭിക്കുക? 3/1. ഉമ്മക്ക് 3/1. വാപ്പ, മക്കളുള്ള സാഹചര്യത്തിൽ പെൺമക്കൾ മാത്രമാണെങ്കിൽ വാപ്പക്ക് 6/1 ലഭിക്കും. പിന്നെ വല്ല സ്വത്ത് ബാക്കിയുണ്ടെങ്കിൽ അതും കിട്ടും. ഇനി ആൺമക്കൾ ഉള്ള സാഹചര്യത്തിലാണെങ്കിൽ വാപ്പക്ക് 6/1 മാത്രമായിരിക്കും. മക്കളെ ഇല്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ വാപ്പക്ക് നിർണീത ഓഹരിക്കാർക്ക് കൊടുത്ത ശേഷം ബാക്കിയുള്ള മുഴുവൻ സ്വത്ത് കിട്ടും. അങ്ങനെയുള്ള അവസ്ഥകളാണ് വരിക. വല്യുപ്പ എന്ന് പറഞ്ഞത് വാപ്പൻ്റെ അതേപോലെ തന്നെ, പക്ഷേ വാപ്പ ഉണ്ടാവാൻ പാടില്ല. വാപ്പ ഉണ്ടെങ്കിൽ കിട്ടൂല, പക്ഷേ അല്ലെങ്കിൽ വാപ്പൻ്റെ അതേ നിയമം തന്നെ. വല്യുമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മൻ്റെ അതേ നിയമം തന്നെ, പക്ഷെ ഉമ്മ ഉണ്ടാവാൻ പാടില്ല. ഉമ്മ ഉണ്ടെങ്കിൽ വല്യുമ്മക്ക് കിട്ടില്ല. ബനാത്ത്, പെൺകുട്ടികൾ. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഫലഹൻ നിസ്ഫ്, പകുതി സ്വത്താ മോക്കുള്ളതാണ്. ഇനി ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളാണ്, അതേ പദവിയിലുള്ള ആൺകുട്ടികളില്ലെങ്കിൽ അവർക്ക് സ്വത്തിൻ്റെ 2/3 അവർക്ക് കിട്ടും. സ്വത്തിൻ്റെ 2/3 അവർക്ക് കിട്ടും. അതുപോലെ തന്നെ ബനാത്തുൽ ഇബ്ൻ, മകൻ്റെ മകൾ, ഇവർക്ക് എപ്പോഴാണ് പോവുക? ഇവർക്ക് സ്വത്ത് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇവിടെ പകുതി സ്വത്ത് മാത്രമേ, ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അപ്പം പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞ 3/2 ഒരു 6/1 അവിടെ ബാക്കിയുണ്ട്. ആ ബാക്കി ഇവർക്ക് കിട്ടും ഒന്നുകിൽ. അതല്ലെങ്കിൽ ഇവരുടെ അതേ പദവിയിലുള്ള ആൺകുട്ടി വേണം. മനസ്സിലായോ? ഇപ്പം പെൺമക്കളുണ്ട്, ആ പെൺമക്കൾ മുകളിലെ പദവിയിൽ പെൺമക്കളുണ്ട്. പിന്നെ മകൻ്റെ മകൾ എന്നുള്ള ഗണത്ത് കിടക്കുന്ന പെൺകുട്ടികളുമുണ്ട്. ഇവർക്ക് സ്വത്ത് കിട്ടണമെങ്കിൽ ഇവരുടെ അതേ പദവിയിൽ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? സ്വത്ത് കിട്ടും. കാരണം അസബയായിട്ട് മാറും. മകൻ്റെ മകൻ എന്ന ദറജയിൽ, ആ മകൻ്റെ തന്നെ ആവണമെന്നില്ല. മകൻ്റെ മകൻ എന്നുള്ള ദറജയിൽ എവിടെ ഒരു ആൺതരി ഉണ്ടായാലും മതി. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ വാപ്പയുമ്മയുമൊത്ത സഹോദരിമാർ, വാപ്പയൊത്ത സഹോദരിമാർ, പിന്നെ ഉമ്മയുടെ, അതായത് ഉമ്മയൊത്ത സഹോദരങ്ങൾ, ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും. ഇത് ഇനി നമുക്ക് കണക്ക് ചെയ്ത് നോക്കാം. ഇതൊന്നും എല്ലാവരും ഒന്ന് വരക്കി. ഇനി മലയാളത്തിൽ എഴുതിക്കോളി നിങ്ങൾ. അബ് എന്നുള്ളിടത്ത് വാപ്പ, മകൻ, മകൻ്റെ മകൻ, ഭർത്താവ്. കള്ളി വരച്ച് എഴുതിക്കോളി. എൻ്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടല്ലോ. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ കൂട്ടിയേക്ക്. അതിൽ ആൻസർ ഉണ്ടോ? എന്നാ കൂട്ടിയേക്ക്, ഇവിടെ നോക്കി. ഓക്കെ. ഇപ്പം നിങ്ങളേക്കും ഉമ്മ ഇവിടെ പോയി, ഉമ്മ ഉണ്ടെങ്കിൽ ഇവിടെ ഇതും ഇവർക്ക് ഈ മരിച്ചാക്കുമ്മല്ല. നിങ്ങൾക്ക് മനസ്സിലാവണ്ട ഞാൻ പറയുന്നത്. അതായത് ഒരു മസാല എന്ന് പറഞ്ഞാൽ ഒരാൾ മരിച്ചപ്പോൾ അയാൾക്ക് അനന്തരാവകാശമായിട്ട് ഇവരാളുള്ളത്.
അതുകൊണ്ടാണ് ഉമ്മനെ എഴുതാത്തത്. അതെന്താ ഉമ്മനെ എഴുതാത്തതെന്ന് ചോദിക്കരുത്. ഉമ്മ ഉണ്ടെങ്കിലും ഉമ്മനെ എഴുതും. ഇത് ഉമ്മ ഇല്ലാത്ത ഒരാളാണ്, അയാളമ്മ നേരത്തെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ മകളുമില്ല, ഈ മസലയിലില്ല, ഈ വ്യക്തിക്കില്ല. ഈ മകളുള്ള വ്യക്തി ഉണ്ടെങ്കിൽ വേറെ എഴുതണോ, വേറെ മസല എഴുതണോ? ഇതിൽ കൊണ്ടൊരു മകള് ഇല്ലാത്ത വ്യക്തിക്ക് നമ്മൾ മകള് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ നോക്കി, വാപ്പ, മകൻ, മകൻ്റെ മകൻ, ഭർത്താവ്. അപ്പം മരിച്ചതാണോ പെണ്ണോ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല ഓരിക്കുമ്പോൾ. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാവും ഭർത്താവ് ഉള്ളതുകൊണ്ട് സ്ത്രീയാണ് മരണപ്പെട്ടത് എന്ന്. പക്ഷെ നമ്മൾ ഓഹരി വെക്കുന്നിടത്ത് മരിച്ചതാണോ പെണ്ണോ എന്ന് നോക്കേണ്ട ആവശ്യമേ ഇല്ല. മയ്യത്ത്, ആ മയ്യത്തിൻ്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട്, മകൻ ജീവിച്ചിരിപ്പുണ്ട്, മകൻ്റെ മകനുണ്ട്, ഭർത്താവുണ്ട്. ആദ്യം ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ മകനുള്ളത് കൊണ്ട് മകൻ്റെ മകനെ കട്ട് ചെയ്യുക. വെട്ടിയോ? വെട്ടീന്. ഓക്കെ, ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കി നിങ്ങൾ. ഓക്കെ, നിങ്ങൾ മറച്ചു പിടിച്ചോളി, എന്നിട്ട് നിങ്ങൾ ചെയ്തോളി. എന്നിട്ട് പിന്നെ നിങ്ങൾ അതിൽ ശരിയാണോ നോക്കിയാൽ മതി. പേജ് മറിക്കുക, ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് എഴുതാലോ. അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് ഇത് പഠിക്കുള്ളൂ, കണക്ക് ചെയ്തു നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്ത്, മകൻ്റെ മകൻ എന്നുള്ളത് വെട്ടാൻ കാരണം എന്താ? മകൻ ബുനുവ അഥവാ മകൻ എന്ന ഗണത്ത് വരുന്നതാണ്. മോളത്തെ പദവിത്തെ ആളുണ്ട്, അപ്പോൾ അടിയത്തെ പദവി ക്രോസ് ചെയ്ത്. ഇനി വാപ്പ നമ്മൾ വെട്ടുമോ? ഇല്ല, കാരണം വാപ്പ ഒരു സാഹചര്യത്തിൽ നമുക്ക് തടയാൻ പറ്റാത്ത ആളാണ്, നിർണിതമായ ഓഹരിക്കാരനും കൂടിയാണ്. അപ്പോൾ നമുക്ക് തടയാൻ പറ്റില്ല, കാരണം നമുക്ക് വാപ്പ എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ഥാനമുള്ളൊരു വ്യക്തിയാണ് അല്ലേ. അപ്പോൾ വാപ്പനെ തടയുന്നൊരു സാഹചര്യം ഒരാൾക്കും വാപ്പനെ തടയാൻ കഴിയില്ല. അതുകൊണ്ടാണ് മകൻ അഥവാ മക്കൾ എന്ന ഗണത്തിൽ ഇവിടെ ആരുണ്ടെങ്കിലും അപ്പം തന്നെ നമ്മൾ വാപ്പക്ക് ഇവിടെ ഇട്ട് കൊടുക്കുക. എത്ര? 6 അത് ഇവിടെ ഇട്ടാൽ മതി. ഓഹരി എത്ര എന്ന് ഇവിടെ ഇടുക. അത് മലയാളത്തിലാണ് നിങ്ങൾ എഴുതണമെങ്കിൽ അത് ഇവിടെ ഇടുക. മലയാളത്തിലാണ്, അറബിയിൽ എഴുതുന്നത് വെച്ചാൽ ഇവിടെ ഇടുക. അർഹിക്കുന്ന ഓഹരിൻ്റെ കണക്ക്. പിന്നെ നമുക്ക് എത്ര ഓഹരിയാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ എഴുതിയോ? ഉദാഹരണത്തിന് ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിന് എത്ര? 6 അല്ലേ. അബിന് എത്ര? 6 രണ്ടാമത്തെ ആരുണ്ടായിരുന്നേ? മകൻ ഇബിൻ. എത്രയാണ്? ഇബിന് ആസബ. കണ്ടോ, അയിനിട്ട് കൊടുത്താൽ എന്താ? അയിനിട്ടാൽ ആസബ, നിർണിതമായ ഓരില്ലാത്താണ്. ഇബിനുൽ ഇബിന് ഇല്ല. പിന്നെ അടുത്ത ആളാരാ? സൗജ്, ഭർത്താവ്. നമ്മൾ ഭർത്താവിൻ്റെ കാര്യത്തിൽ ആകെ നോക്കേണ്ടത് മക്കളിലാണ്. മക്കളുണ്ടെങ്കിൽ 4 ഓക്കെ, 4 അപ്പോൾ മക്കളിലേക്ക് പകുതി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ 6ഉം 4ഉം പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാ? 12. അപ്പോൾ ഇതിൻ്റെ അസ്ലുൽ മസല, മൊത്തം സ്വത്തിൻ്റെ ഓഹരികൾ 12 ഓരിയുള്ളത്. മൊത്തം സ്വത്തിൻ്റെ ഓരി എത്ര ഉണ്ട്? 12 ഓരി. 6 എത്ര പ്രാവശ്യം പോവും? അതായത് ഈ അടിയിലുള്ള മക്കാമെന്ന് പറയും. എന്താ പറയുക മലയാളത്തിൽ? അടിയിലുള്ള മക്കാമെന്ന്, ആ സാധനം. ഈ അടിയിലുള്ള ഇതും കോമൺ ആയിട്ട് ഹരിച്ചാൽ കിട്ടുന്നൊരു സംഖ്യയാണ് മൊത്തം സ്വത്തിൻ്റെ ഓരി ഉണ്ടാവുക. അതായത് 4ഉം 6ഉം ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഓക്കെ, 24ലും പോകും, പക്ഷേ 24 എടുക്കാൻ പറ്റില്ല, ഏറ്റവും ചെറുത് എടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് എളുപ്പത്തിൽ ഏറ്റവും ചെറിയ സംഖ്യ 2 ഹരിച്ചാൽ പോകുന്ന. അപ്പോൾ ഇവിടെ നോക്കിയാൽ 6ഉം 4ഉം ഹരിച്ചാൽ പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് എന്ത്? 12. അപ്പോൾ മൊത്തം സ്വത്ത് എത്രയുള്ളത്? 12. ഈ 12ൽ നിന്ന് 6നെ ഹരിക്കുക. അപ്പോൾ 2 ഗുണിക്കണം 1 എത്ര? മനസ്സിലായില്ലേ? അതായത് 6ൽ 1 എന്ന് പറയുമ്പം 2. 6ൽ 1 എന്ന് പറയുമ്പോൾ 2. മകൻ്റെത് നമ്മളവിടെ കേട്ടെ,
ഇപ്പോൾ എഴുതാൻ പറ്റില്ലല്ലോ, കാരണം എത്ര എന്നുള്ള നിർണീത ഓരില്ല. നിർണീത ഓരിയുള്ള ആൾ ഇവിടെ ഉണ്ട് 4. 12 എത്ര 4 ഉണ്ട്? 3. 3 ഗുണിക്കണം 1, 3. 3 ഗുണിക്കണം 3. ഓക്കെ, അപ്പോൾ എത്രയായി? 3 കിട്ടി. ഇപ്പം എത്ര പോയി? 3 2 എത്ര ഓരി പോയി? 5 ഓരി പോയി. ബാക്കി എത്ര ഉണ്ട്? 7 ഓരി ആർക്കുള്ളതാണ്? ഹലാസ്, ക്ലിയർ ആയില്ലേ? ഇങ്ങനെ ചെയ്ത് 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 ബാക്കി റെഡിയാവും. ഇനി ഇതൊന്ന് മറ്റേ മോനല്ല, മകൻ്റെ മകനാണ്. സുഖാണ്. അതായത് ഇതെത്രയെന്ന് നോക്കുക. ഓക്കെ, ഇത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈ 2 മകൻ ചെയ്തു, അത്രേ ഉള്ളൂ. അതായത് ഈ ഈ 7 3 കിട്ടും. മനസ്സിലായോ? അതായത് നമ്മളിവിടെ എത്ര മകനുങ്ങൾക്ക് എഴുതാ. അതെ, അത് വരും. ഇപ്പം ഇയാൾക്ക് മകളില്ല, അതാ പ്രശ്നം. ചോദിക്കരുത്, അയാൾക്ക് മകളില്ലല്ലോ. അപ്പം മകളുള്ളഞ്ഞ് വരും, നിങ്ങൾ ബേജാറാവില്ലേ? ഒക്കെ വരും വരും വരും. നമ്മൾ മത്സരം ചെയ്യുമ്പോൾ ഇനി ഇതിലിപ്പോൾ ഒരു ഉമ്മ ഉണ്ടെങ്കിൽ എന്താ വരിക? ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി. ഓക്കെ, ഇതിലിപ്പോൾ നമ്മളൊരു ഉമ്മ, ഇതിപ്പോൾ ഇയാൾക്കില്ല, ഇനി ഉമ്മ ഉള്ള ഒരാൾ ഇതേപോലെ തന്നെ, പക്ഷേ അയാൾക്ക് ഒരു ഉമ്മ ഉണ്ട്. അങ്ങനെ ഒരാൾ വന്നാൽ നമ്മളിപ്പോൾ ഇതിൽ ഉമ്മ എഴുതി, അൽ ഉമ്മക്ക് ദേഷ്യം പിടിക്കും, ഇന്നറ്റ അവസാനം എഴുതിയെന്ന്. ഏതായാലും ഉമ്മ. അപ്പം ഉമ്മക്ക് ഇതേപോലെ മക്കളുണ്ടെങ്കിൽ ഉമ്മക്ക് എത്ര ആയിരിക്കും? 1/6. ഉമ്മക്ക് 1/6 1/3 ആണ്. ഉമ്മ ഭാര്യയല്ല. ഇവിടെ നോക്ക്. അപ്പം ഉമ്മക്ക് 6 ഈ 6 എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് 7 മായ്ക്കുക, അത്രേ ഉള്ളൂ. 6 ആയതുകൊണ്ട് 12 തന്നെയാണ്. 12 എത്ര 6 ഉണ്ട്? 2. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇനി 2 2 3 എത്രയായി? 5 2 7. ബാക്കി എത്ര ഉണ്ട്? 5 ആർക്ക്? ഓർക്ക്. മക്കളുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ വല്ലാത്തൊരവസ്ഥയല്ലോ. നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്, പഠിക്കുമ്പോൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇവിടെ നോക്കി, ഇതിലിപ്പോൾ മകനില്ല എന്ന് കൂട്ടി, ഇപ്പം ആൺകുട്ടികളില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഈ കണക്ക് മൊത്തം വായിക്കണം. അത് വേറെ മസാലയാണ്, അത് വേറെ ആളവസ്ഥയാണ്, ഇയാളവസ്ഥ അല്ല. കാരണം ഇയാൾക്ക് മക്കളുണ്ട്, മക്കളില്ല അറിയാൻ പറ്റുമോ? അപ്പം നമ്മളിപ്പോൾ മക്കളില്ലാത്ത ഒരാളെ അവസ്ഥ ചെയ്താണ് നോക്കുക. ഇതാ മക്കളില്ലാത്ത ഒരാൾ, അയാൾക്കുള്ളത് അബ്, വാപ്പ, അൽ ഉമ്മ, സൗജ്, ഭർത്താവ്. ഈ സ്ത്രീക്ക് മരണപ്പെട്ട് അവർക്കുള്ളത് ഇതാണ്. ഓക്കെ, നോക്കുക. ഈ വാപ്പ മക്കൾ എന്നുള്ള ഗണത്തിൽ ആരുമില്ല. അപ്പോൾ വാപ്പ നേരെ അസബായി. ബാക്കിയുള്ളവർക്ക് സ്വത്ത് മൊത്തം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് വാപ്പക്ക് കിട്ടും. പക്ഷെ ഇതിലെന്താ അറിയോ? ഇതിലൊരു വിഷയമുണ്ട്. ഇതിൽ ഉമരിയ എന്ന് പറയും. ഇത് ഇവിടെ ഭർത്താവായുണ്ട്, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മാറ്റി തരാം. ഭർത്താവാണെങ്കിൽ ഭാര്യയാണെങ്കിൽ വിഷയം വരും. അത് നിങ്ങൾക്ക് അടുത്ത പഠിക്കാനുള്ളൊരു മസാലയാണ്, അവിടെ ഞാൻ മാറ്റിയത്. ഇപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക? അഹ് കൊടുക്കുക, ഇവിടെ സഹോദരൻ. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി എന്താ? വാപ്പുള്ളതുകൊണ്ട് സഹോദര ഗണത്തിൽ ആർക്കെങ്കിലും കിട്ടുമോ? കിട്ടൂല. അപ്പം കിട്ടാത്ത ആളെ ആദ്യം നമ്മൾ വെട്ടി. ഇനിയുള്ളത് വാപ്പ അസബ. ഉമ്മക്ക് എത്ര ഉണ്ടാവും? 3/1. കാരണം എന്താ? മക്കളില്ലാത്തതുകൊണ്ട്. ബാക്കി മൊത്തം സ്വത്ത് ആർക്കുള്ളതാണ്? 3 2 വാപ്പക്ക് കിട്ടും, ബാക്കി സ്വത്ത് മൊത്തം വാപ്പക്ക് കിട്ടും. ക്ലിയർ ആയില്ലേ? അങ്ങനെ അത് നമുക്ക് നിങ്ങൾ സ്കിപ്പ് ചെയ്യില്ലേ, നമുക്ക് കുറച്ച് മസാല ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞോ, ഓരോരുത്തരെയും സാഹചര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇത് കണ്ടോ? വാപ്പക്ക് 6/1, മകൻ അസബ. മകൻ്റെ മകൻ ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? വാപ്പുള്ളതിനെ കൊണ്ടോ? വാപ്പുള്ളതിനെ കൊണ്ടല്ല, മകനുള്ളതിനെ കൊണ്ട്. മകൻ്റെ മകനില്ല. പിന്നെ അപ്പോൾ ഇല്ല. ഭർത്താവിന് എത്ര ഉണ്ട്? നിങ്ങൾ നോട്ടിക്ക് നോക്കല്ലേ, ഇവിടെ നോക്കി.
നാലിലൊന്ന്. എന്തുകൊണ്ടാണ് നാലിലൊന്നായത്? എന്തുകൊണ്ടാണ് നമ്മൾ പകുതി സ്വത്ത് ഭർത്താവിന് കൊടുക്കാഞ്ഞേ? മരണപ്പെട്ടവർക്ക് മക്കളുള്ളത് കൊണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്ക്. ഇനി അതാണ് ലോവസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 4 and 6 ഈസ് 12. അപ്പോൾ ഇതാണ്, അതാണ്. അതിൽ നോക്ക്, ഇവിടെ നോക്ക്. 12-ൽ 6-ലൊന്ന് പറയുമ്പോൾ 2, അതേപോലെ 4-ലൊന്ന് പറയുമ്പോൾ 3, ബാക്കി എത്ര ഉണ്ട്? 7. ക്ലിയർ? ഞാൻ അടുത്തൊന്നുകൂടി നമ്മൾ ചെയ്യാം. ഇവിടെ നോക്ക്, ഓരോരുത്തർക്കുമുള്ള നിർണീത ഓഹരികൾ ജസ്റ്റ് പറയാട്ടോ. ഭർത്താവ് പകുതി മക്കളില്ലെങ്കിൽ, ഭർത്താവിന് തന്നെ 4-1 മക്കളുണ്ടെങ്കിൽ, അത് ആണാണെങ്കിൽ പെണ്ണാണെങ്കിലും മക്കൾ ഉണ്ടെങ്കിൽ ഭർത്താവിന് 4-1 ആവും. ഇനി ഭാര്യ മക്കളില്ലെങ്കിൽ 4-1, മക്കളുണ്ടെങ്കിൽ 8-1. ഉമ്മ ഉമ്മ മക്കളുണ്ടെങ്കിൽ 6-1. ഇനി മക്കളില്ലെങ്കിൽ, ഓക്കെ, മക്കളില്ലെങ്കിൽ ഉമ്മക്ക് 3-1 ഉണ്ടാവും. പക്ഷെ സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ 3-1 ലഭിക്കൂല. ഈ മരിച്ച വ്യക്തിക്ക് സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ, സഹോദര അനന്തരാവകാശം ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, ഉമ്മക്ക് എത്ര കിട്ടുള്ളൂ? 6-1 കിട്ടും, സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ. സഹോദരങ്ങൾ ഇല്ലെങ്കിൽ, മക്കളും ഇല്ല സഹോദരങ്ങളും ഇല്ല, ഉമ്മക്ക് എത്ര കിട്ടും? 3-1 കിട്ടും. വാപ്പക്ക് മക്കളുണ്ടെങ്കിൽ, വാപ്പക്ക് മക്കളുണ്ടെങ്കിൽ എത്ര കിട്ടും? 6-1. ഇനി പെൺമക്കളുണ്ട്, ആൺമക്കളില്ല, അപ്പോൾ അവിടെ 6-1 ആദ്യം കൊടുക്കും, പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ അതും ആർക്ക് തന്നെ? വാപ്പക്ക് തന്നെ. ഇനി മക്കളേ ഇല്ല, ഓക്കെ, വാപ്പ അസബ. ഇവിടെ സഹോദരങ്ങളില്ല എന്നില്ല കേട്ടോ, അത് മോളിന്ന് എവിടുന്നോ ചാടിയതാണ്. അതായത് മക്കളില്ലെങ്കിൽ വാപ്പ എന്തായി? ആ സഹോദരങ്ങളില്ല എന്നുള്ള വെട്ട്. അത് റോങ് ആയി, എപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഇവിടെ ഈ സഹോദരങ്ങളില്ല എന്നുള്ളത് വെട്ട്, അത് ഉമ്മൻ്റെ ഇതിൽ വരുന്നത്, വാപ്പൻ്റെ ഇതിൽ വരില്ല. കാരണം വെച്ചാൽ ഇത് ഞാൻ ക്ലാസ് എടുത്തതിൽ ഒരു വിദ്യാർത്ഥി ഉണ്ടാക്കിയതാണ് നോട്ട്, മനസ്സിലായി? അപ്പോൾ മാഷാ അല്ലാ വളരെ നല്ല വർക്കാണ്. അപ്പോൾ അവിടെ ചിലപ്പോൾ കൺഫ്യൂഷനിൽ എഴുതി പോയതാവും. ഓക്കെ, അപ്പോൾ ഈ സഹോദരങ്ങളില്ല എന്നുള്ളത് റോങ് ആണ്. മക്കളില്ലെങ്കിൽ വാപ്പ അസബയാണ്. ഓക്കെ, അസബ എന്ന് പറഞ്ഞാൽ എന്താ? ബാക്കിയുള്ള സ്വത്ത് മുഴുവൻ കിട്ടും. നിർണീതമായ ഓഹരി ഇല്ലാത്ത വ്യക്തിക്കാണ് അസബ എന്ന് പറയുക. അത് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എക്സാമ്പിള്. എല്ലാവരും ഒന്ന് നോട്ട് മറച്ചു പിടിച്ചാണ്ട് ഇതൊന്ന് ചെയ്യ. അറിയെങ്കിലും അറിയില്ലെങ്കിൽ ചെയ്യ്. നോട്ട് മറച്ചു പിടിക്കുക, നോക്കരുത്. ഇവിടെ ആരൊക്കെ ഉള്ളത്? മയ്യത്തിൻ്റെ ആരാ? വാപ്പ, പിന്നെ ഉമ്മ, പിന്നെ ആരല്ലേ? മകൾ, പിന്നെ എളാപ്പ മൂത്തപ്പൻ ചോദിക്കരുത്, ഇവിടെ ഒരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വാപ്പക്ക് എത്ര ഉണ്ടാവും? അവിടെ നിങ്ങൾ എഴുതേണ്ടത് എങ്ങനെ അറിയോ? വെറും 1/6 ആണോ? 1/6 പ്ലസ് അയിന് അസബ. കാരണം എന്താ? ആൺമക്കളില്ലല്ലോ അല്ലേ? അപ്പം നിർണിതമായ ഓഹരിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി സ്വത്ത് കൊടുക്കെങ്കിൽ ഒന്ന് പോകണ്ടേ? ആർക്കാ പോവാ? വാപ്പക്ക പോവാ. അതുകൊണ്ടാണ് 1/6 6-1 പ്ലസ് അയിന് അസബ, ബാക്കി സ്വത്ത് വരുന്ന ആൾ. കാരണം ആൺതരിയ നബ്സാസ്ലമിൻ്റെ ഹദീസാണ് അൽഹിഖുൽ ഫറാഇദ ബി അഹ്ലിയ, നിർണിതമായ ഓഹരി അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കുക. ഫമാ ബഖിയ, ബാക്കി വരുന്നത് ഫലി ഔലാ റജുലിൻ ദക്കർ, ഏറ്റവും അടുത്ത ബന്ധമുള്ള ആണിന്. ഇവിടെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ആണാരാ? വാപ്പ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാപ്പക്ക് 1/6 പ്ലസ് അസബ എന്ന് പറഞ്ഞാൽ ബാക്കി സ്വത്ത് ഉണ്ടെങ്കിൽ വാപ്പക്ക് വരും. അപ്പോൾ ഇവിടെ വാപ്പക്ക് എത്ര? 1 പ്ലസ് അസബ. പിന്നെ ഉമ്മക്ക് എത്ര ഉണ്ടാവും? 1/6. എന്തുകൊണ്ട് ഉമ്മക്ക് നിങ്ങൾ 6-1 കൊടുത്തേ? ആണ് പെണ്ണെന്നല്ല, മക്കളുണ്ട് അല്ലേ? മക്കളുള്ളതുകൊണ്ട് ഉമ്മക്ക് എത്ര? 6-1. മക്കളില്ല, മരിച്ച വ്യക്തിക്ക് മക്കളില്ല, സഹോദരങ്ങളും ഇല്ല, ഉമ്മക്ക് എത്ര കിട്ടും? 1/3. 1/3 അതായത് 6-1 നേരെ ഇരട്ടി, അതാണ് 3-1. ഓക്കെ, ഒന്നും കൂടി. വാപ്പക്ക് ഇവിടെ 1/6, അതായത് 6-1 പ്ലസ് ബാക്കി സ്വത്ത്, അതാണ് അയിന് അസബ. ഉമ്മക്ക് എത്ര വരും? 6-1. എന്തുകൊണ്ട് 6-1? മകൾ ഇവിടെ ഉണ്ട്, കണ്ടോ? മക്കൾ എന്നുള്ള ഗണത്തിൽ ആരുണ്ടെങ്കിലും ഉമ്മക്ക് എന്തായി മാറും? 6-1 ആയിട്ട്. ഉമ്മക്ക് ആകെ 2 അവസ്ഥയുള്ളൂ.
ഉമ്മക്ക്, അതായത് ഉമ്മക്ക് ആകെ 2 അവസ്ഥയുള്ളൂ, 3-1 അല്ലെങ്കിൽ 6-1. ഉമ്മക്ക് എപ്പോഴാണ് 6-1? മക്കളോ സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ, മരിച്ച വ്യക്തിക്ക് മക്കളോ സഹോദരങ്ങളോ ഉണ്ടെങ്കിൽ ഉമ്മക്ക് 6-1 ആവും. മരിച്ച വ്യക്തിക്ക് മക്കളും ഇല്ല സഹോദരങ്ങളും ഇല്ലെങ്കിൽ ഉമ്മക്ക് എന്താവും? 3-1 ആവും. ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ നമ്മൾ ഉമ്മക്ക് 6-1 കൊടുത്ത്, കാരണം മകളുള്ളതുകൊണ്ട്. ഇനി ഒരൊറ്റ പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് എത്ര ഉണ്ടാവും? പകുതി. ഒരു പെൺകുട്ടി ഒറ്റക്കൊരു പെൺകുട്ടിയാണ്, ആൺകുട്ടികളൊന്നും കൂടല്ല. ആ പെൺകുട്ടിക്ക് എത്ര? പകുതി. 1-ലധികം പെൺകുട്ടികളാണെങ്കിൽ സ്വത്തിൻ്റെ 3-2 അവർക്കുള്ളതാണ്. സ്വത്തിൻ്റെ 3-2 1-ലധികം ഉണ്ടെങ്കിൽ. പിന്നെ അപ്പോൾ ഇവിടെ നമ്മൾ പകുതി അവർക്ക് കൊടുത്ത്. ഇനി നിങ്ങളൊന്ന് ഇതൊന്ന് കണക്കൊന്ന് നോക്കട്ടെ. കണക്ക് എളുപ്പമാണ്. ഇവിടെ എത്ര? 1/6 പ്ലസ് അതിന് അപ്പോൾ ഇവിടെ അസ്ലുൽ മസൽ എത്ര? 6. ഓക്കെ, LCM എത്ര വരുന്നത്? 6. 6-ൽ വാപ്പക്ക് എത്ര കൊടുക്കും? ഫസ്റ്റ് ഇവിടെ നമ്മൾ 1 കൊടുത്ത്, പിന്നെ ഉമ്മക്ക് എത്ര കൊടുത്ത്? 1 കൊടുത്ത്. മകൾക്ക് എത്ര കൊടുക്കണം? പകുതിയല്ലേ, മകൾക്ക് ഇവിടെ പകുതി എന്നല്ലേ. അപ്പം 3 മകൾക്ക് കൊടുത്ത്, 3 1 1, അപ്പം 5 പോയി. ബാക്കി എത്ര ഉണ്ട്? 1. അതാർക്ക് പോവും? വാപ്പക്ക് പോവും. ക്ലിയർ? ചെയ്യാം. എമൗണ്ട് ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് എമൗണ്ട് ആണെങ്കിലും ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമോ, ഈ അസ്ലുൽ മസല ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ കാണിച്ചു തരാം. ഇത് ശ്രദ്ധിക്കും. കാരണം നമ്മൾ ഇങ്ങനെ ചെയ്യുള്ളൂ. എത്ര കോടികളാണെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് എത്ര കോടിയാണോ ആ കോടിനെ നമ്മൾ ഈ നമ്പർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് എത്ര ഷെയർ ഉണ്ടെന്ന് കിട്ടും. എവിടെ 2 മക്കളുണ്ടെങ്കിൽ? അല്ല, അവിടെ അതല്ല വന്നത്. അത് ഉമ്മൻ്റെത് തെറ്റിച്ചാ കൊടുത്തത്. 1/3 കൊടുത്തത്. അത് ഉമ്മൻ്റെത് മാറില്ല. മക്കളില്ലെങ്കിൽ ഈ മോള് ഇവിടെ പാടില്ല. മോളാരെങ്കിലും അടിച്ച് തീരുമാനമാക്കേണ്ടി വരും, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, മോളെ വല്ല ബഹിരാകാശത്തേക്ക് വിടേണ്ടി വരും. അപ്പോൾ ഇവിടെ മോളുണ്ട്. അത് വേറെ മസാലയാണ്, അത് വേറെ ആൾ മരിക്കണം. അപ്പോൾ നോക്കാം, ഇവിടെ നോക്കി. ഓക്കെ, ഇത് നിങ്ങൾ ക്ലിയർ ചെയ്തില്ലേ? അത് എല്ലാവരും ശരിയാക്കിയോ? സ്ത്രീകളുടെ ഭാഗത്ത് ശരിയാക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. വരുന്നത് എങ്ങനെ വെച്ചാൽ, ഇവിടെ വാപ്പക്ക് 6-1 പ്ലസ് അസബ, ഉമ്മക്ക് 6-1, മകൾക്ക് പകുതി. അത് പ്രകാരം വാപ്പക്ക് 1 നമ്മൾ ആദ്യം കൊടുത്തു, ഉമ്മക്ക് 6-1 1 കൊടുത്തു, മകൾക്ക് 3 കൊടുത്തു, ബാക്കി വന്ന 1 വാപ്പക്ക് തന്നെ കൊടുത്തു. ക്ലിയർ? അടുത്ത് വല്യുപ്പ. ഉപ്പയെപ്പോലെ, എന്നാൽ ഉപ്പയുണ്ടെങ്കിൽ ലഭിക്കില്ല. ഇതാണ് ആര്? വല്യപ്പ. മക്കളുണ്ടെങ്കിൽ, അതായത് മക്കളുണ്ടെങ്കിൽ, ആർക്ക് മക്കളുണ്ടെങ്കിൽ? വല്യപ്പക്ക് മക്കളുണ്ടെങ്കിലല്ല, മയ്യത്തിന് മക്കളുണ്ടെങ്കിൽ വല്യപ്പക്ക് എത്ര ലഭിക്കുക? 6-1. ഓക്കെ. പെൺമക്കളുണ്ട്, ആൺമക്കളില്ല. അതായത് മക്കളുണ്ട് പക്ഷെ പെൺമക്കൾ മാത്രമേ ഉള്ളൂ, ആൺമക്കളില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ 6-1 ലഭിക്കും, പ്ലസ് അസബ, അതായത് ബാക്കി. ഇനി മക്കൾ, ഇവിടെ സഹോദരങ്ങളില്ല എന്നുള്ളത് കട്ട് ചെയ്യും കേട്ടോ. അതിൽ നോട്ടിൽ സഹോദരങ്ങളില്ല എന്നുള്ളത് കട്ട് ചെയ്യും. സഹോദരങ്ങൾ ഇവിടെ ബാധകമല്ല വല്യപ്പക്ക്. ഓക്കെ. മക്കളേ ഇല്ലെങ്കിൽ വല്യപ്പക്ക് എന്താ? ബാക്കി മുഴുവൻ സ്വത്ത് കിട്ടുന്ന ആൾ. അത് കട്ട് ചെയ്തോ? അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ സഹോദരങ്ങളില്ല എന്നവിടെ ഉണ്ടാവില്ലേ വല്യപ്പൻ്റെ കയ്യിൽ. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവുക. ഇതെല്ലാവരും ക്ലിയർ ആക്കിയോ? ആ നോട്ട് ക്ലിയർ ആക്കണേ, തെറ്റിച്ചിട്ട് പോരുത്. ഓക്കെ.
ഇനി വല്യുപ്പ. ഈ വല്യുപ്പനെ ആരാ തടയുള്ളൂ? വാപ്പ. വാപ്പ ഉണ്ടെങ്കിൽ വല്യുപ്പ എന്നുള്ള ഗണത്തിലുള്ള ആൾക്ക് കിട്ടില്ല. 6 മക്കളുണ്ടെങ്കിൽ ഈ മക്കളിൽ തന്നെ പെൺമക്കൾ മാത്രമാണ്, ആൺമക്കളില്ലെങ്കിൽ 6 പ്ലസ് ബാക്കി. ഈ മക്കളില്ലെങ്കിൽ അസബ. അവിടെ സഹോദരങ്ങൾ എന്നുള്ള ബാധകേ അല്ല കേട്ടോ. അതാർക്കാ ബാധകം? ഉമ്മക്ക് വല്യമ്മക്ക് ഓർക്കാണ് ബാധകം, സഹോദരങ്ങളെ വിഷയം. ഈ വാപ്പക്ക് അത് ബാധകമല്ല. അത് തയ്യാറാക്കി ആക്ക് തെറ്റിപ്പോയത്. ഓക്കെ. മീറാസുൽ ജദ്ദ വല്യുമ്മ. ഓക്കെ. ഉമ്മ ഉണ്ടെങ്കിൽ വല്യമ്മക്ക് കിട്ടൂല. ഓക്കെ. ഇനി ഉമ്മയുടെ ഉമ്മ, ഉപ്പയുടെ ഉമ്മ, ഇവരാണ് ഫസ്റ്റ് ഒരേ കണത്ത് വരുന്നത്. ഉമ്മൻ്റെ ഉമ്മ, ഉപ്പൻ്റെ ഉമ്മ. അത് കഴിഞ്ഞിട്ടാണ് ഉപ്പൻ്റെ ഉപ്പൻ്റെ ഉമ്മ, ഉമ്മൻ്റെ ഉമ്മൻ്റെ ഉമ്മ. അപ്പോൾ ഉമ്മൻ്റെ ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മൻ്റെ ഉമ്മൻ്റെ ഉമ്മ കിട്ടുമോ? കിട്ടൂല. ഓക്കെ. ആ ഇല്ല, വരില്ല. അത് ഒരു ഭാഗത്തേക്കേ വരുള്ളൂ. അതായത് ഉമ്മൻ്റെ ഉമ്മ. പക്ഷേ ഇത് 2 ഭാഗത്തുണ്ടാവും. വല്യമ്മ 2 ഭാഗത്തുണ്ട്, പക്ഷെ വല്യാപ്പ ഒരു ഭാഗത്തേ. ഓക്കെ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവർക്ക് ഈ വല്യമ്മക്ക് എപ്പോഴും എന്താണ്? 6 വല്യമ്മക്ക് എപ്പോഴും മീറാസുൽ ജദ്ദ എന്ന് പറഞ്ഞാൽ വല്യമ്മൻ്റെ ഓഹരി 6 3 പറഞ്ഞുണ്ടോ? ഇല്ല. വല്യമ്മക്ക് 3 പറഞ്ഞ സംഗതി ഇല്ല.